ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. രാമായണ മാസം ആരംഭിക്കുകയാണല്ലോ. രാമായണം ആചരണത്തിൽ നാം ചെയ്യുന്നത് നിത്യവും രാമായണ പാരായണവും തത്വമനനവും രാമനാമ ജപവും ഇത് മൂന്നും വളരെ പ്രധാനമാണ്. രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് രണ്ട് മഹാപുരുഷന്മാരെ വന്ദിക്കണം. അതായത് വാൽമീകി മഹർഷിയെയും ഹനുമാനെയും. സീതാരാമഗുണഗ്രാമ പുണ്യാരണ്യവിഹാരിണോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വര കവീശ്വരോ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. ത്യക്ത്വാ സുദുശ്ചിതസുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠയാരിവചസായദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വതാവത് വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. ഇപ്രകാരമാണ് രാമായണത്തെ ശ്രീമദ് ഭാഗവതത്തിൽ അനുസ്മരിക്കുന്നത്. അതുപോലെ തന്നെ യാം യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാദൃഢഭക്തിപാജ സീതാവിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു എന്ന മേൽപ്പത്തൂരം രാമായണത്തെ അനുസ്മരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം ഗുരുശിഷ്യ സംവാദ രൂപത്തിലാണ്. ആ ഗുരുശിഷ്യ സംവാദത്തിൻ്റെ ഒരു ശ്രേഷ്ഠത എന്ന് പറയുന്നത് ബ്രഹ്മനിഷ്ഠനും തത്വജ്ഞാനിയുമായ ഗുരുവിനോട് അർഹത നേടിയ ഒരു ശിഷ്യൻ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഗുരുവിൽ നിന്ന് പ്രവചനം ഉത്ഭവിക്കുന്നത്. ഗുരു പറയുന്ന ആ തത്വങ്ങളും കഥകളും പ്രവചന രൂപത്തിൽ വരുമ്പോഴാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാലാതീതമായ ഒരു കാവ്യമായി രൂപപ്പെടുന്നത്. ആ തരത്തിലാണ് വാൽമീകി രാമായണത്തിൻ്റെ ആവിർഭാവം. അവിടെ നാരദ മഹർഷിയാണ് ഗുരു, വാൽമീകിയാണ് ശിഷ്യൻ്റെ ഭാവത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും നാരദൻ മഹർഷി ഉപദേശിക്കുന്നതനുസരിച്ചാണ് വാൽമീകി രാമായണം രചിച്ചതെന്ന് കാണാം. ശ്രീമദ് ഭാഗവതവും അതുപോലെ തന്നെയാണ്. നാരദ മഹർഷിയിൽ നിന്ന് ഉപദേശവും മന്ത്രദീക്ഷയും സ്വീകരിച്ചതിന് ശേഷമാണ് വ്യാസമഹർഷി ഭാഗവതം രചിച്ചത്. ഇവിടെ അധ്യാത്മരാമായണത്തിലും ഗുരുശിഷ്യ സംവാദമാണ് അതിൻ്റെ ഉത്ഭവം. അതായത് ഉമാമഹേശ്വര സംവാദം. ആ ഉമാമഹേശ്വര സംവാദത്തിൽ ഗുരുവായിട്ടുള്ളത് വരുന്നത് സാക്ഷാൽ ജഗദ്ഗുരുവായ വിശ്വഗുരുവായ ശ്രീ മഹാദേവനാണ്. ശിഷ്യയാണെങ്കിലോ ജ്ഞാനസ്വരൂപിണിയും ജഗദംബികയുമായ പാർവതീദേവിയുമാണ്. അതാണ് അതിൻ്റെ ശ്രേഷ്ഠത. കാരണം പാർവതീദേവിയും ശ്രീ മഹാദേവനും ഈ ജഗത്തിൻ്റെ മാതാപിതാക്കളാണ്. അവർ തമ്മിലുള്ള ഒരു സംവാദമാകുമ്പോൾ അതിന് ശ്രേഷ്ഠതയേറും. സാധാരണ ജനങ്ങൾക്ക് അത് കൂടുതൽ പ്രയോജനപ്രദമാകുമെന്നർത്ഥം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതപ്പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ എന്നാണ് കാളിദാസൻ്റെ ഭാവന. അതായത് വാക്കും അർത്ഥവും പോലെ അന്യോന്യം ചേർന്നിരിക്കുന്നതും അതുപോലെ തന്നെ അന്യോന്യം ഒരു തപസ്സിൻ്റെ സാമരസ്യഭാവമുള്ളവരുമായ ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദമാണ് രാമായണമായിട്ട് ആവിർഭവിക്കുന്നത്. മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവാ ശിവഭക്താച സ്വഗേഹം ഭുവനത്രയം. ഇതാണ് ശിവശക്തി ഐക്യത്തിൻ്റെ ഒരു ഭാവമായിട്ട് സാധാരണ അനുസ്മരിക്കാറുള്ളത്. രാമായണത്തെക്കുറിച്ച് ശ്രീരാമൻ്റെ മഹത്വത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹത്തോടുകൂടി പാർവതീദേവി ശിവനോട് അഭ്യർത്ഥിക്കുന്നതായ
ആ ഉമാമഹേശ്വര സംവാദത്തിൻ്റെ ഉത്ഭവം ഇപ്രകാരമാണ്. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ശ്രീരാമദേവൻ തന്നെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട്. ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമുദേ കനിച്ചരുളി ചെയ്തിടണം. ആരും നിന്തൊരു ഒഴിഞ്ഞില്ല ഇത് ചൊൽവാൻ. മഹാദേവൻ പറഞ്ഞു, ദേവിയുടെ ആഗ്രഹം വളരെ ശ്രേഷ്ഠമായിരിക്കുന്നു. ദേവിയുടെ ഈ ചോദ്യം ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായി തീരുന്നതാണ്. ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം. നമ്മുടെയൊക്കെ മഹാഭാഗ്യമാണ് എന്നുകൂടെ വ്യംഗ്യമായ അർത്ഥമെടുക്കാം. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ പരൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം, സ്ഥിതിപ്രളയകർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയൻ ആദ്യൻ അജൻ അവ്യയൻ ആത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകൻ ഈശൻ, മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസംവൃതമാകമൂലം. ഇത്രയുമാണ് ശ്രീരാമൻ്റെ തത്വം വളരെ സംഗ്രഹിച്ച് മഹാദേവൻ ആദ്യം അരുളി ചെയ്തത്. അതിനുശേഷമാണ് ശ്രീരാമ അവതാര ചരിതം വർണ്ണിക്കുന്നത്. ശ്രീരാമ അവതാര ചരിതം വർണ്ണിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള പല അനുഭവങ്ങളെയും ഈ അവതാര പുരുഷനായ ശ്രീരാമൻ അനുഭവിക്കുന്നതായിട്ട് ചിത്രീകരിച്ചു കൊണ്ടാണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനാട്യം എന്നാണെങ്കിൽ അതും ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. മർത്യാവതാരസ്തിക മർത്യശിക്ഷണം രക്ഷോവതായൈവ ന കേവലം വിഭോ കുതോന്യതാസാതിരമതേ സ്വാത്മനി സീതാകൃതാനി വ്യസനാനി ഈശ്വരസ്യാം. ശ്രീരാമൻ ഈ മനുഷ്യാവതാരം സ്വീകരിച്ചത് മനുഷ്യനെ ശിക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ രാക്ഷസവധത്തിന് വേണ്ടി മാത്രമല്ല എന്നർത്ഥം. അങ്ങനെ അല്ല എങ്കിൽ കുതോന്യഥാസ്യാതിരമതേ സ്വാത്മനി, ആത്മാരാമനായ ആ ശ്രീരാമസ്വാമിക്ക് സീതാകൃതാനി വ്യസനാനി ഈശ്വരസ്യ, ഈശ്വരനായ ഭഗവാന് സീത നിമിത്തമുണ്ടായ ദുഃഖത്തിൽ എങ്ങനെയാണ് വ്യസനമുണ്ടാവുക, എങ്ങനെയാണ് ദുഃഖം അനുഭവിക്കുക? അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് അത് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? സ്ത്രീ സംഗിനാം ഗതിമിതി പ്രഥയൻ ചചാര എന്നാണ്. സ്ത്രീസംഗികൾക്ക് ഇതാണ്, സ്ത്രീകളുമായിട്ടുള്ള കൂടുതൽ സംഘമുള്ളവർക്ക് ഇതാണ് ഗതി എന്ന് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണെന്നർത്ഥം. ഭ്രാത്രാവനെ കൃപണവത്പ്രിയയാഭിയുക്ത സ്ത്രീസംഗിനാം ഗതിമിതി പ്രഥയൻ ചചാരാം. സഹോദരനായ ലക്ഷ്മണനോടുകൂടി സീതാദേവിയെ അന്വേഷിച്ച് വിലപിച്ചുകൊണ്ട് കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. സ്ത്രീസംഗിനാം ഗതിമിതി, ഇവിടെ സ്ത്രീ എന്നതുകൊണ്ട് പത്നി എന്ന് മാത്രമല്ല എല്ലാ ലൗകിക വിഷയങ്ങളെയും ഉദ്ദേശിച്ചാണ്. ഏത് ലൗകിക വിഷയങ്ങളിലും അത്യാസക്തി വന്നാൽ അത് അതിദുഃഖത്തിന് കാരണമായി തീരും. ആസക്തിയാണ് ദുഃഖത്തിന് കാരണം എന്ന തത്വം ലോകരെയെല്ലാം അറിയിക്കാൻ വേണ്ടി, നമുക്കൊക്കെ ഉപദേശിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ വനത്തിലൂടെ സീതാവിരഹത്തെ പറഞ്ഞ് ദുഃഖിച്ചുകൊണ്ട് സഞ്ചരിച്ചത് എന്നാണ്. അപ്പോൾ ഏതേത് ലൗകിക വിഷയങ്ങളിലാണോ നമുക്ക് അതിയായ ആസക്തി ഉള്ളത്, വിഷയം എന്നതുകൊണ്ട് ഗൃഹമായാലും ധനമായാലും ഭാര്യയായാലും ഭർത്താവായാലും അല്ലെങ്കിൽ പുത്രന്മാരായാലും പൗത്ര ആദികളായാലും ആരോടെല്ലാം അതിയായ ആസക്തി വെച്ച് പുലർത്തുന്നുവോ അതൊക്കെ ദുഃഖത്തിന് കാരണമായിത്തീരും എന്ന തത്വം ഇവിടെ ഭഗവാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമാണ് വർണ്ണാശ്രമധർമ്മങ്ങൾ, അതായത് വർണ്ണധർമ്മവും ആശ്രമധർമ്മവും. വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികൾ, അതുപോലെ ആശ്രമം എന്നത് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം. ഈ 4 ആശ്രമങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠമായത് ഗൃഹസ്ഥാശ്രമമാണ്. ആശ്രമധർമ്മമാണ് സനാതനധർമ്മത്തിൻ്റെ പ്രധാനമായ അടിസ്ഥാനശില. അതിലും വെച്ച് ഗൃഹസ്ഥാശ്രമധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് 3 ആശ്രമങ്ങളിലുള്ളവരും ബ്രഹ്മചാരിയും വാനപ്രസ്ഥനും സന്യാസിയും അവരുടെ ജീവസന്ധാരണത്തിന് ആശ്രയിക്കുന്നത് ഗൃഹസ്ഥനെയാണ്. അഥവാ ഗൃഹസ്ഥൻ്റെ കർത്തവ്യമാണ് ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥനും സന്യാസിക്കും ജീവസന്ധാരണത്തിനും അനുഷ്ഠാനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രത്യേകത. യഥാ വായും സമാശ്രിത്യ വർത്തന്തേ സർവജന്തവ തഥാ ഗൃഹസ്ഥം ആശ്രിത്യ വർത്തന്തേ സർവ ആശ്രമാഃ എന്നാണ്. പ്രാണവായുവിനെ ആശ്രയിച്ചാണല്ലോ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. അതുപോലെ ഗൃഹസ്ഥാശ്രമത്തെ ആശ്രയിച്ചാണ് മറ്റ് ആശ്രമങ്ങളിലുള്ളവരെല്ലാം വർത്തിക്കുന്നത് എന്ന് ഇവിടെ പറയുകയാണ്. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിനെ കൂടുതൽ അർത്ഥസമ്പുഷ്ടമാക്കാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനും ആ സാരോപദേശങ്ങൾ ആവശ്യമാണ്. അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത. രാമായണത്തിൽ ഉള്ളതുപോലെ ഗൃഹസ്ഥാശ്രമത്തെ ഏറ്റവും ഉത്തമമായ ഒരു മാതൃകയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന വേറൊരു പുരാണം കാണുന്നില്ല. അതാണ് രാമായണത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഹൈന്ദവ ഗൃഹങ്ങളിൽ പണ്ടുകാലം മുതലേ അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്ന ഒരു രീതി അനുഷ്ഠാനമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് ഏതാനുമൊക്കെ. അപ്പോൾ ഹൈന്ദവ ഗൃഹങ്ങളിൽ രാമായണ പാരായണം അനുഷ്ഠിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ഈ രാമായണത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടുള്ള മാതൃകാ കുടുംബം, ഭാരതീയമായ കുടുംബസങ്കല്പത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ചിത്രീകരണം രാമായണത്തിൽ നമുക്ക് കാണാം. രാമായണത്തിൽ ഇത് ചിത്രീകരിക്കുന്നത് എങ്ങനെയാണ്? അന്യോന്യമുള്ള സ്നേഹം, ത്യാഗമനസ്ഥിതി, പുത്രധർമ്മം, പിതാവിനോട് പുത്രനുള്ള ആ ധർമ്മം, മാതാവിനും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധം, ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള അന്യോന്യമുള്ള ആ പ്രതിബദ്ധത, അതുപോലെ സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, ആ അന്യോന്യം ത്യാഗം ചെയ്യാനുള്ള മനസ്ഥിതി, ഇതെല്ലാം രാമായണത്തിൽ അതിസുന്ദരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ശ്രീരാമൻ തന്നെ ത്യാഗത്തിൻ്റെ മൂർത്തീഭാവമായിട്ടാണ് ശ്രീരാമൻ തൻ്റെ പ്രവൃത്തി അനുഷ്ഠിക്കുന്നത്. വനത്തിലേക്ക് പോകാനായിട്ട്, അതായത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ തീരുമാനിച്ച സന്ദർഭത്തിലാണ് രാത്രിയിൽ കൈകേയി ശ്രീരാമനെ വിളിച്ച് അച്ഛൻ്റെ ആ ആഗ്രഹം അവതരിപ്പിക്കുന്നത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ വനത്തിൽ പോകണം, 14 വർഷം വനവാസം അനുഷ്ഠിക്കണം. ഇത് കേൾക്കുമ്പോൾ ശ്രീരാമൻ്റെ പെട്ടെന്നുള്ള പ്രതികരണം, അമ്മേ, എനിക്ക് വളരെ സന്തോഷമാണ്. അച്ഛൻ്റെ സങ്കല്പം സാക്ഷാത്കരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് മാത്രമല്ല, അമ്മ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തു ഉത്സഹേ വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. എന്നെ ഒരു ഋഷിതുല്യനായിട്ട് കണക്കാക്കിക്കൊള്ളൂ അമ്മേ. കാരണം കയ്യേക്ക് ഒരു സംശയം വന്നു എന്നാണ്. ശ്രീരാമൻ വനത്തിലേക്ക് പോകാനായിട്ട് ഭരതൻ വരുന്നത് വരെ ഇനി കാത്തു നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് സാധിക്കില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ സങ്കല്പം ഉണ്ടായപ്പോഴാണ് ശ്രീരാമൻ ഇത്തരത്തിൽ പറയുന്നത്. നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തു മുത്സഹേ വിദ്ധിമാം ഋഷിവിത്തുല്യം വിമലം ധർമ്മം ആസ്ഥിതം. ആ ശുദ്ധമായ ധർമ്മത്തെ അധിഷ്ഠാനമാക്കിയാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൽ ആ ത്യാഗമനസ്ഥിതിയാണ് അവിടെ കാണിക്കുന്നത്. ഈ ത്യാഗമനസ്ഥിതി കുടുംബത്തിൽ ഉടനീളം എല്ലാവരുടെയും ഭാവത്തിൽ വരണം. എങ്കിൽ മാത്രമേ അന്യോന്യമുള്ള മത്സരവും വിദ്വേഷവും ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഭരതൻ
ത്യാഗത്തിൻ്റെ മൂർത്തീഭാവമാണ്. കാരണം ഒരു സാമ്രാജ്യം മുഴുവനും തൻ്റെ അധീനത്തിൽ ലഭിച്ചിട്ടും ഭരതൻ എന്താണ് ചെയ്തത്? ജ്യേഷ്ഠനാണ് ക്ഷത്രിയ വംശത്തിൽ രാജ്യഭാരം നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് മാത്രമേ ഞാൻ രാജ്യം ഭരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാണല്ലോ തൻ്റെ സിംഹാസനത്തിൽ ജ്യേഷ്ഠൻ്റെ പാദുകങ്ങളെ വെച്ച് 14 വർഷം തപോനിഷ്ഠ അനുസരിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് തപോനിഷ്ഠനായിട്ട് രാജ്യഭാരം നിർവഹിച്ചത്. ലക്ഷ്മണനാണെങ്കിൽ ത്യാഗത്തിൻ്റെ മൂർത്തീഭാവമാണ്. അതുപോലെ തന്നെ ഭരതനെ പോലെ തന്നെ. കാരണം 14 വർഷക്കാലം ശ്രീരാമനോടൊത്ത് വനത്തിൽ പോയി 14 വർഷവും ഉറക്കമിളച്ചാണ് ലക്ഷ്മണൻ ശ്രീരാമനെയും സീതാദേവിയെയും കാത്തുകൊണ്ട് കഴിഞ്ഞുകൂടിയത് എന്ന് നമുക്ക് കാണാം. അതുപോലെ ഈ ഭരതനെ പോലെയും ലക്ഷ്മണനെ പോലെയും ഉള്ള സഹോദരങ്ങൾ ലോകത്ത് എവിടെ നമുക്ക് കാണാൻ സാധിക്കും? ഏത് പുരാണത്തിൽ കാണാൻ സാധിക്കും? അതുപോലെ തന്നെ ഈ കാലത്ത് കുടുംബങ്ങളിൽ ഈ സഹോദര ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അല്പമായ ധനത്തിന് വേണ്ടിയോ വസ്തുവിൻ്റെ അവകാശത്തിന് വേണ്ടിയോ അന്യോന്യം മത്സരിക്കുന്നതും വിദ്വേഷം വച്ച് പുലർത്തുന്നതും ഹിംസിക്കാൻ പോലും മടിയില്ലാത്ത തരത്തിൽ പെരുമാറുന്നതും ഈ ലോകത്ത് ധാരാളമായിട്ട് കാണുന്നുണ്ടല്ലോ. സഹോദരങ്ങൾ തമ്മിലുള്ള വിദ്വേഷം. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ തമ്മിലുള്ള വിദ്വേഷം പോലെ തന്നെയാണ് മാതാവിനോടും പിതാവിനോടും പുത്രന്മാർ ചെയ്യുന്ന ഹിംസ. അതുപോലെ അന്യോന്യം നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കോപം പ്രകടിപ്പിക്കുകയും ദ്വേഷം വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു പ്രവണത ലോകത്ത് ധാരാളമായിട്ട് ഇപ്പോൾ കുടുംബങ്ങളിൽ കാണാനുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള ശൈഥില്യം, നിസ്സാര കാര്യത്തിൽ അന്യോന്യം വിദ്വേഷം വന്നിട്ട് വിവാഹബന്ധം വേർപെടുത്തുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്ത് ധാരാളമായിട്ട് കാണാം. ഇതെന്തുകൊണ്ടാണ്? അല്പം പോലും ചിന്തിക്കാത്തത് കൊണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ജീവിതം നയിക്കുന്നത്? ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് ഗൃഹസ്ഥ ജീവിതത്തിൻ്റെ ഏറ്റവും ധർമാനുഷ്ഠാനത്തിൻ്റെ ബന്ധമാണ്. രണ്ടുപേരും ചേർന്നാണ് ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് തത്വം. ഇതറിയാതെയാണ് വളരെ നിസ്സാരമായ കാര്യത്തിൽ വേർപെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രവണത കാണുന്നത്. അതുപോലെ തന്നെ യുവാക്കന്മാർ, ഈ കാലത്തെ യുവാക്കന്മാരുടെ ഒരു പ്രധാന കാര്യം ഇവിടെ രാമായണത്തിൽ സൂചിപ്പിക്കുന്നത് ദുഷിച്ച കൂട്ടുകെട്ട് കൊണ്ടാണ് പലപ്പോഴും യുവാക്കന്മാർ ദുഷിച്ചു പോകുന്നത്, അധർമ്മമാർഗത്തിലേക്ക് പോകുന്നത്. അതിന് വളരെ സുന്ദരമായൊരു ഉപദേശം ഇവിടെ ആചാര്യൻ തന്നെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ദുർജന സംസർഗമേറ്റമകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ചെളി പറ്റിയാൽ എത്ര തിളങ്ങുന്ന സ്വർണമാണെങ്കിലും നിഷ്പ്രഭമായി തീരും എന്നതുപോലെയാണ് നല്ല മനസ്സുള്ള ഒരു വ്യക്തി ദുഷ്ടജന സംസർഗം കൊണ്ട് ദുഷിച്ചു പോകുന്നത്, അധർമ്മത്തിലേക്ക് പോകുന്നത് എന്ന് ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നതായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായൊരു ഉപദേശമുണ്ട്. വികാരവിക്ഷോഭമാണ് ലക്ഷ്മണ നിൻ്റെ ഇപ്പോഴുള്ള ഈ ആക്രോശത്തിന് കാരണം. അച്ഛനെ തടവിലിടും, ഗുരുവിനെ വധിക്കും, എന്നാലും ഞാൻ ജ്യേഷ്ഠൻ്റെ യുവരാജാഭിഷേകം നടത്തും എന്ന് പ്രഖ്യാപിക്കുന്ന ലക്ഷ്മണനോട് പറയുന്ന ശ്രീരാമൻ്റെ ഉപദേശം വത്സ, സൗമിത്രേ, കുമാര എന്ന് അഭിസംബോധന ചെയ്തിട്ടാണ് പറയുന്നത്. വികാരവിക്ഷോഭമാണ് നിൻ്റെ ഈ ഒരു തീരുമാനത്തിന് കാരണം. വികാരത്തെ ശമിപ്പിക്കാൻ വിചാരശീലം വേണം. ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം. ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്കനീ. അപ്പോൾ അത്യധികമായ വികാരവിക്ഷോഭം വരുമ്പോൾ അല്പം വിചാരശീലം വന്നാൽ അത് ശമിക്കും, ക്രോധം ശമിക്കും. അത് മാത്രമല്ല, ലക്ഷ്മണനോട് പിന്നീട് തുടർന്നും ശ്രീരാമസ്വാമി പറയുന്നുണ്ട്,
അഹങ്കാരമാണ് ക്രോധത്തിന് കാരണം. അഹങ്കാരവശാത് ഈഹ അഹങ്കാര ദുരാലയാം. അഹങ്കാരമാണ് ഏറ്റവും യുവജനങ്ങളെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു ദോഷം എന്ന് ശ്രീരാമൻ പറയുന്നതായിട്ട് വാൽമീകി രാമായണത്തിലാണത് പ്രകടമായിട്ട് കാണുന്നത്. നാ അഹങ്കാരാത് പരോരിപു. അഹങ്കാരത്തിനേക്കാളും വലുതായൊരു ശത്രുവില്ല എന്നാണ്. യൗവനകാലത്ത് അഹങ്കാരം എല്ലാവരുടെയും ഉള്ളിൽ വളർന്നു വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ അഹങ്കാരത്തിൽ നിന്നാണ് കോപം വരുന്നത്. കോപത്തിൽ നിന്നാണ് പലതരത്തിലുള്ള അധർമ്മ പ്രവൃത്തികളും ചെയ്യാനായിട്ട് തോന്നുന്നത് എന്നത് ആധുനിക കാലത്തെ കുടുംബാന്തരീക്ഷത്തിൻ്റെ പ്രസക്തിയിൽ തന്നെ വളരെ പ്രധാനമാണ്. അത് നമുക്ക് നോക്കിയാലറിയാം. അപ്പോൾ ഇതൊക്കെ പതിവായിട്ട് ഈ രാമായണ പാരായണം ഗൃഹങ്ങളിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഈ ഉപദേശ ശകലങ്ങളിൽ ചിലതെങ്കിലും നമ്മുടെ മനസ്സിൽ കടന്നുകൂടും. അതുമാത്രമല്ല, രാമായണ പാരായണത്തിൻ്റെ അധ്യാത്മരാമായണ പാരായണത്തിൻ്റെ ഒരു ശ്രേഷ്ഠത, പാരായണം ചെയ്യുമ്പോൾ നാം നാമജപം നിരന്തരമായിട്ട് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുന്നു. നിരന്തരമായ നാമജപം കൊണ്ട് ഗൃഹാന്തരീക്ഷം ശാന്തിപൂർണമാകും. ഈ നാമത്തിൻ്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങുമ്പോൾ തന്നെ ഗൃഹാന്തരീക്ഷം ശാന്തമാകും. ആ ശാന്തമായ ഗൃഹാന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്ന കുടുംബാംഗങ്ങളെല്ലാം അന്യോന്യം സ്നേഹത്തോടു കൂടിയും പ്രതിബദ്ധതയോടു കൂടിയും വർത്തിക്കേണ്ടത് കുടുംബത്തെ സുരഭിലമാക്കാൻ ആവശ്യമാണ്. കുടുംബം സുന്ദരമായിട്ട് സുരക്ഷമായിട്ട് എന്നാൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ. സമൂഹവും കുടുംബവുമാണ് രാഷ്ട്രത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് പതിവായിട്ടുള്ള രാമായണ മനനം, രാമായണ പാരായണം, രാമനാമ ജപം ഇതെല്ലാം ഗൃഹങ്ങളിൽ അനുഷ്ഠിക്കുന്നത് വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇക്കാലത്തെ കുടുംബങ്ങളിലുള്ള അന്തരീക്ഷത്തെപ്പറ്റി വിശദമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം. വളരെ പ്രകടമായിട്ട് കുടുംബങ്ങളിൽ വന്നു ചേരുന്ന അസ്വസ്ഥതകൾ, അതുകൊണ്ടുണ്ടാകുന്ന ഹിംസാ പ്രവൃത്തികൾ, ഇതൊക്കെ ലോകത്ത് സർവ്വസാധാരണമായിട്ട് കാണുന്നതുകൊണ്ട് രാമായണത്തിൻ്റെ പ്രസക്തി എന്നത്തേക്കാളും വളരെ കൂടുതലാണ് ഇക്കാലത്ത് എന്നത് നാം ഓർമ്മിക്കണം. അതുകൊണ്ട് നമുക്ക് ആ രാമായണ പാരായണം ഗൃഹങ്ങളിൽ നിത്യാനുഷ്ഠാനമായിട്ട് ചെയ്യാനായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു. ഹരി ഓം.